പറയുന്നത് ഫാത്തിമയെ പറ്റിയല്ലേ? ഫാത്തിമയെ പറ്റി പാടാറില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ പറ്റി പറയാറില്ലേ? ആ ഫാത്തിമയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചങ്കിന്റെ ചങ്കായ ആ മുത്തായ ഫാത്തിമയുണ്ടല്ലോ, ആ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവിടുത്തെ കണ്ണുകൊണ്ട് ഒരു അന്യപുരുഷനെ കണ്ടിട്ടില്ല. അതുപോലെ ഒരു അന്യപുരുഷൻ അവിടുത്തെ ശരീരത്തേക്ക് നോക്കിയിട്ടില്ല. നിങ്ങൾ എന്തിനും ഫാത്തിമയെ പറയാറുണ്ട്? പൊന്നുമോളെ, പൊന്നുമോളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ 28 വയസ്സ് മാത്രമാണ് പ്രായം. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുമ്പോൾ 28 വയസ്സ് പ്രായമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ സുഖമില്ലാതെ കിടക്കുകയാണ്. സുഖമില്ലാതെ കിടക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു ഫാത്തിമ പൊന്നാര മുത്തായ ഹബീബിന്റെ മോളെ കാണാൻ വരികയാണ്. ഇതാ രോഗശയ്യയിലാണ് കിടക്കുന്നത്. കിടക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു ഫാത്തിമ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ ഇങ്ങനെ കിടക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ട പിതാവ് മരിച്ചിട്ടാണോ ഇങ്ങനെ കിടക്കുന്നത്? ഇങ്ങനത്തെ വല്ലാത്ത വിഷമം എന്തിനാണ് ഫാത്തിമ ഇങ്ങനെ കരയുന്നത്? എന്തിനാണ്? പ്രിയപ്പെട്ടതായ ഉപ്പ മരിച്ചിട്ടാണോ കരയുന്നത്? അതല്ല പൊന്നാര മക്കളുമാര് മരിച്ചതിന്റെ വിഷമമാണോ? ഫാത്തിമയോട് പ്രിയപ്പെട്ട പൊന്നുമോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ പറയുകയാണ്, ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? എന്റെ തങ്ങളെ നഗറിലെ പെങ്ങള്, ഇതോർത്ത് വെച്ചോളൂ പെങ്ങള്, ഇത് മറക്കല്ല പെങ്ങള്, ഇത് മറക്കല്ല പെങ്ങള്, ഓർത്ത് വെച്ചോളൂ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ ഫാത്തിമയോട് പറയുക, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനാ ഫാത്തിമ ഇങ്ങനെ വിലപിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുക, ഫാത്തിമ, ഫാത്തിമ, ഞാൻ മരിക്കുമ്പോൾ എന്നെ കഫൻ പുടവ കൊണ്ട് പൊതിയുമ്പോൾ, എന്നെ കഫൻ പുടവ കൊണ്ട് പൊതിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഒന്ന് ശ്രദ്ധിക്ക്. ഇങ്ങനെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അന്നത്തെ കാലത്ത് സ്ട്രെച്ചർ പോലോത്തതായിരുന്നു. ഇതാ സന്തൂക്ക് കട്ടില് പോലോത്ത പുറംചട്ടതായ മറച്ചതല്ലായിരുന്നു. സ്ട്രെച്ചർ പോലോത്ത ഒരാളെ കടത്തിക്കൊണ്ടുപോയാൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന നിലയിലുള്ളതായിരുന്നു. ഇതാ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? ഞാനെന്നെ മരിച്ചു കഴിയുമ്പോൾ എന്നെ സ്ട്രെച്ചർ പോലോത്തതിനിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വല്ലാന്യ പുരുഷനെങ്ങാനും എന്റേതായ ശരീരം കണ്ടുപോകുമോ? ഹറാമിലേക്ക് നോക്കിപ്പോകുമോ? എന്റെ ശരീരത്തിലെങ്ങാനും പ്രിയപ്പെട്ടതായ അന്യപുരുഷന്റെ കണ്ണുകളെങ്ങാനും പതിക്കുമോ എന്ന് ചിന്തിച്ചിട്ടാണ് ഫാത്തിമ ഞാൻ കരയുന്നതെന്ന് മറ്റ് ഫാത്തിമയോട് പറയുകയാണ്. രോഗം കാണാൻ വന്ന ഫാത്തിമയോട് സൂചിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇത് 28 വയസ്സ് മാത്രം പ്രായമുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട തങ്കക്കുടമാണ് പറയുന്നത്. എന്റെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ എന്റെ ശരീരം മങ്ങാണം കണ്ടുപോകും. അരുമപ്പു ഫാത്തിമ അല്ലാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ, അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ.